ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 341. നമ്മൾ 63ാമത് ഉപനിഷത്തായിട്ട് ചാന്ദ്രോഗ്യ ഉപനിഷത്താണ് നോക്കുന്നത്. അതിൽ അധ്യായം 2 ഖണ്ഡം 2 മുതൽ 7 വരെ ഉള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്, ലോകത്തിലുള്ള വസ്തുക്കളാണ് ഉപാസിക്കേണ്ടത്. കാരണം ഇതെല്ലാം ദേവതകളാണ്. ഈശ്വരനെയും ദേവതയും ശരിക്കും മനസ്സിലാക്കണം. ഈശ്വരൻ എന്നത് ബ്രഹ്മമാണ്, നിർഗുണമാണ്, രൂപവും ഭാവവും ഇല്ല, അത് ഏകവുമാണ്. നമ്മൾ പലവരും ഇപ്പോൾ പറയുന്ന ഒരു കാര്യം കേൾക്കുന്നുണ്ട്. എന്തെന്നറിയോ, ചിലവർ ഈ അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ചോദിക്കും, ഈശ്വരനുണ്ടോ? അപ്പം വിശ്വാസികൾ നിരീശ്വരവാദികളല്ലേ ഇല്ല എന്ന് പറയുള്ളൂ. ഭൂരിപക്ഷം പേരും ഈശ്വരനുണ്ട് എന്ന് പറയും. ഈശ്വരനുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവും ഉണ്ട്. പറയുന്നവർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എങ്ങനെയെല്ലാം ഇവർ ദുർവ്യാഖ്യാനിക്കുന്നത്. എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ടല്ലോ, ദ്വയമായിട്ടാണല്ലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വേദം തന്നെ പറയുന്നത് എന്താണ്? ഈശ്വരൻ ഏകനാണ്, ഈശ്വരൻ ഏകനാണ്, ഈശ്വരൻ ഒന്നേ ഉള്ളൂ, അതിന് പിന്നെ നെഗറ്റീവ് ഇല്ല. ഈ വേദങ്ങളെ നിഷേധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും അടിച്ചു വിടുകയാണ്. ഏതിനാണ് നെഗറ്റീവ് ഉള്ളത്? അദ്വൈതം, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. പക്ഷെ പ്രപഞ്ചമാകുമ്പോൾ അത് ദ്വയമായി മാറിയിട്ടാണ് എല്ലാമായിട്ട് മാറിയത്. അപ്പം പ്രപഞ്ചമായി മാറുമ്പോഴാണ് ദ്വയം. ആ പ്രപഞ്ചമായി മാറിയ സംഗതികളാണ് നമ്മൾ ഈ കാണുന്ന ദേവതകൾ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും. ആ വസ്തുക്കളാണ് ദേവതകൾ. ആ വസ്തുക്കൾക്ക് നെഗറ്റീവ് ഉണ്ട്. ആണാണെങ്കിൽ പെണ്ണുണ്ട്, എല്ലാത്തിനും ദ്വയമുണ്ട്. ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദ്വയമാകുമ്പോൾ തന്നെ 3 അവസ്ഥയുണ്ട് എന്ന് മനസ്സിലാക്കണം. ആണ് പെണ്ണാണെങ്കിൽ അതിൻ്റെ നടുവിലൊരവസ്ഥയുണ്ട്, രണ്ടിനിടക്കുള്ള അവസ്ഥ. എല്ലാത്തിനും ദ്വയമുണ്ട്. ഇലക്ട്രോൺ, പ്രോട്ടോൺ, നടുവിൽ ന്യൂട്രോൺ, അങ്ങനെ 3 അവസ്ഥകൾ. അപ്പോൾ ഈശ്വരനുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് പിശാചു കൊണ്ടുവന്ന് ഈശ്വരനെ പിശാചുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈശ്വരൻ ഏകനാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പിശാചും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈശ്വരൻ ഏകനാവുക? അപ്പോൾ എന്തെല്ലോ വായിക്ക് തോന്നുന്നത് വ്യാഖ്യാനിച്ചു കൊണ്ടുപോവുകയാണ് അവരവരുടെ കാര്യങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ഏകമായ ആ ഈശ്വരനിൽ നിന്നാണ്. അത് ദ്വയമായി മാറിയിട്ട് ഉണ്ടായ വസ്തുക്കളെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാം, പലതരത്തിൽ തരംതിരിക്കാം. എങ്ങനെ തരംതിരിക്കാം? ജീവനില്ലാത്തത്, ജീവനുള്ളത്, ജീവനുള്ളതിനെ തന്നെ വേറൊരു തരത്തിൽ ഡിവൈഡ് ചെയ്യാം. ചെടികൾ, മൃഗങ്ങളിൽ തന്നെ 4 കാലുള്ളത്, 2, ഇങ്ങനെയെല്ലാം നമുക്ക് തരംതിരിക്കാം. പക്ഷേ സയൻസ് ആദ്യം തിരിച്ച എങ്ങനെയാണ്? 4ആയിട്ടാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം 4ആയി തിരിച്ചു. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ആൻഡ് എനർജി. കര, ദ്രവ, വാത, ഊർജം. അത് തന്നെയാണ് ഭൂമി, ജലം, വായു, അഗ്നി. അതിനുശേഷം ആകാശം. ഈ പ്രപഞ്ചമാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് വേദങ്ങളിൽ ആകാശവും പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5ന്റെ രൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ തരംതിരിക്കാം പലതിനെയും. പിന്നെ 7ന്റെ രൂപത്തിൽ തിരിക്കാം. 7 നിറങ്ങൾ, 7 സ്വരങ്ങൾ, ഇങ്ങനെ 7ആയിട്ട് തിരിക്കാം. അപ്പം ആദ്യം തിരിച്ചത് ഒരു 5ന്റെ തരത്തിൽ വരാം. ഇവിടെ എല്ലാത്തിനും 5ന്റെ തരത്തിൽ തിരിച്ചിട്ട് ഉപാസിക്കണമെന്ന് പറയുകയാണ്. നമ്മൾ ഉപാസിക്കേണ്ട ഏതെയാണ്? ദേവതകളെയാണ്. വെള്ളത്തെ ആരാധിക്കണം, കാരണം ദാഹം തീർത്ത് തരുന്ന വെള്ളമാണ്. കല്ലിനെ ആരാധിക്കണം, കല്ലാണ് നമുക്ക് വീട് കെട്ടാൻ സഹായിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള കാണുന്ന എല്ലാത്തിനെയും നമ്മൾ ഉപാസിക്കണം. എന്തിന്? നമ്മളെ കാര്യസാധ്യത്തിന് വേണ്ടി. അതിനെ ഉപാസിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. അഗ്നിനെ ഉപാസിക്കണം. എന്താ തെറ്റെന്താണ്? അഗ്നിയാണ് നമുക്ക് വേണ്ട എല്ലാം തയ്യാറാക്കി തരുന്നത്. ആ ഉപാസന എന്ന് പറഞ്ഞത് ഇങ്ങനെ മന്ത്രം ചൊല്ലല്ല, അതിനെ എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ അത് നമ്മളെ സഹായിക്കും. അഗ്നി എടുത്ത് ഉപയോഗിച്ചാൽ അഗ്നി നമ്മളെ സഹായിക്കും, ചോറുണ്ടാക്കി തരും. ഈ അർത്ഥത്തിലെടുക്കണം. അല്ലാതെ അഗ്നിക്ക് വിളക്കം വെച്ച്
ജപിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. വേദമന്ത്രങ്ങളിൽ ഇതാണ് പറയുന്നത്, അഗ്നി ഇന്ന തരത്തിലെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പം 5ആയി തിരിച്ചിട്ട് ഉപാസിക്കാനാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും ഒരു 5ആയി തിരിച്ചിട്ട് പലതരത്തിൽ അവർ ക്ലാസിഫൈ ചെയ്യാണ്. അങ്ങനെ തിരിക്കുമ്പോൾ അതിന് ഹിങ്കാരം, പ്രസ്താവം, ഉദ്ഗീതം, പ്രതിഹാരം, നിധനം ഇങ്ങനെ 5ആയിട്ടാണ് തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനെയും നമുക്ക് നോക്കാം. എന്നിട്ട് പറയുകയാണ്, ലോകത്തിലുള്ള എല്ലാറ്റിനെയും 5 വിധത്തിലുള്ള സാമത്തെ ഉപാസിക്കുക. ഈ സാമവേദത്തിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. അതായത് കെമിസ്ട്രിയിലൂടെയാണ്. സാമം എന്ന് പറഞ്ഞാൽ സോമം, സത്ത, ഇലക്ട്രോൺ, പ്രോട്ടോൺ ഇതെല്ലാം കൂടിയിട്ടാണ് കെമിസ്ട്രിയിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അതിനെ 5 തരത്തിൽ ഉപയോഗിക്കുക. 5 വിധത്തിൽ സാമത്തെ ഉപാസിക്കുക. ഏതെല്ലാണ്? ഭൂമി, ഹിങ്കാരം, നമ്മളെ ഭൂമി, പഞ്ചഭൂതങ്ങളിൽ പെടുന്ന തന്നെയാണ് ഭൂമി എന്ന് മനസ്സിലാക്കണം. അഗ്നി, പ്രസ്താവം. ഭൂമിയായത് ശാസ്ത്രത്തിൻ്റെ സഹായത്താണ്. പ്രസ്താവം അതാണ് അഗ്നി. ഊർജം കൊണ്ടാണ് ഭൂമി ഈ നിലയിലെല്ലാം മാറിയിരിക്കുന്നത്, അഗ്നി. പിന്നെയുള്ളത് ആകാശം. ആകാശം ഉദ്ഗീതമാണ്. ആകാശത്തിലുള്ള ഗോളങ്ങളെല്ലാമാണ് ഇതിനെ ഈ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഈ ഭൂമിയിൽ ഈ എല്ലാ ജീവജാലങ്ങളെയും ആകാശത്തിലുള്ള അതാണ് ആകാശമാണ്, ആകാശത്തിലെ ഗോളങ്ങളാണ് ഇതിനെയെല്ലാം, ഇവിടെയുള്ള എല്ലാ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കുന്നത്. അതുകൊണ്ട് ഉദ്ഗീതം. ആദിത്യൻ, പ്രതിഹാരം. അതിന് പ്രതിഹാരം എന്ന് പറഞ്ഞാൽ നമുക്ക് കാവൽക്കാരനായ സംരക്ഷകൻ എന്ന നിലയിൽ എന്തെടുക്കാം. അതിനെ സംരക്ഷിച്ചു പോരുന്നതിൻ്റെ ഉത്തരവാദിത്വം ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? സൂര്യനെയാണ്. പിന്നെയുള്ളത് ദോവ്. ദോവ് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ കംപ്ലീറ്റ് ഉള്ളതാണ് നിധനം. അങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഭൂമിയാണ് അടിത്തറ, അതാണ് ഹിങ്കാരം. അതിൽ ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്താവം. എന്നിട്ട് അതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ആകാശം, അത് ഉദ്ഗീതം. അതിലെന്നിട്ട് ഇതിനെയെല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്ക് കൊടുത്തിരിക്കുന്നത്? സൂര്യന് കൊടുത്തിരിക്കുന്നത്, അത് പ്രതിഹാരം. ദ്വേവ് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആകെ അവസ്ഥ. അങ്ങനെ 5 തരത്തിൽ മാറ്റിയിരിക്കുന്നു. ഈ ദൃഷ്ടിയോടുകൂടി ഈ ലോകത്തെ 5 തരം ഈ സാമത്തെ ആര് മനസ്സിലാക്കുന്നുവോ അവരെന്തായിത്തീരും? ജ്ഞാനികളായിട്ട് തീരും. അതിനെ ശാസ്ത്രീയമായി ഉപാസിക്കുന്നത് കൊണ്ട് ഗുണം കിട്ടും. ശാസ്ത്രീയമായി ഉപാസിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യവുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ, ഇങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തെ സയൻസിലൂടെ നമ്മൾ ഉപാസിക്കുക, ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ ഉപാസിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? അതിൻ്റേതായ അനുഭവങ്ങൾ കിട്ടും. ഇല്ലെങ്കിൽ ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഇനി മുകളിലും താഴെയുമുള്ള ലോകത്തെ 5 വിധത്തിൽ ഉപാസിക്കാം. വേറൊരു തരത്തിൽ 5ആയിട്ട് ഉപാസിക്കുകയാണ്. അതെന്താണ്? ദ്വേവ് ഹിങ്കാരം, അതായത് കംപ്ലീറ്റ് ഹിങ്കാരം. അതിൽ ആദിത്യൻ പ്രസ്താവം. അതിൽ നിന്ന് പ്രപഞ്ചത്തെ മുഴുവനുള്ളതിൽ സൂര്യനിലൂടെയാണ് എല്ലാ കാര്യങ്ങളും പ്രസ്താവിച്ചു കൊണ്ടുപോകുന്നത്, നടപ്പാക്കിക്കൊണ്ട് പോകുന്നത്. സൂര്യൻ പ്രസ്താവം. പിന്നെ അന്തരീക്ഷം ഉദ്ഗീതം. അപ്പം ആകാശത്തിൻ്റെയും ഭൂമിൻ്റെയും ഇടയ്ക്കുള്ള ഈ അന്തരീക്ഷമാണ് ഉദ്ഗീതം. അന്തരീക്ഷത്തിലൂടെയാണ് സൂര്യൻ ചലിച്ചുകൊണ്ട് ആ ഭ്രമണപഥത്തിൽ കൂടി കറങ്ങിക്കൊണ്ട് നമ്മളെ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത് കൊണ്ട് അത് ഉദ്ഗീതം. അതിൽ നിന്നും ഉത്ഭവിച്ച അഗ്നിയാണ് പ്രതിഹാരം. ഇതെല്ലാം അനുഭവിക്കുന്നത് എവിടെയാണ്? ഭൂമിയിലാണ്. ഭൂമിയിലാണ് ആകാശം, നടുവിൽ അന്തരീക്ഷം, അഗ്നി, സൂര്യൻ,
ഇതെല്ലാം കൂടിയിട്ട് അനുഭവപ്പെടുന്ന നിധനം ഏതാണ്? ഭൂമിയാണ്. ഇപ്രകാരം ഈ ലോകത്തെ ഉപാസിക്കുന്നവർ ഈ തരത്തിൽ ലോകത്തെ കണ്ടുകൊണ്ട്, അതായത് ആകാശത്തിൻ്റെ ഒരു ഭാഗമാണ് സൂര്യൻ, സൂര്യൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് അന്തരീക്ഷം, അന്തരീക്ഷത്തിലൂടെയാണ് അഗ്നി, ഊർജത്തിലൂടെയാണ് ഈ ഭൂമി ഫങ്ഷൻ ചെയ്യുന്നത്. ആ ഒരു 5 കാറ്റഗറിയിലൂടെ ആരിതിനെ മനസ്സിലാക്കുന്നുവോ അവർ ഈ ലോകങ്ങളെ മുഴുവൻ തിരിച്ചറിയുന്നു എന്ന് പറയുന്നു. ഈ ഭൗതിക ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. അതായത് 5 തരം ലോകമുണ്ട്. പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ സൂര്യനിലൂടെ, സൂര്യൻ അന്തരീക്ഷമുണ്ടാക്കി, അന്തരീക്ഷത്തിലൂടെ പിന്നെ ഊർജം വന്നിട്ട് ഭൂമിയെ പരിപാലിക്കുന്നു. ഇനി വൃഷ്ടിയെ, മഴ പെയ്യുന്നതിനെ നമുക്ക് 5 തരത്തിലായിട്ട് ഇതേമാതിരി ക്ലാസിഫൈ ചെയ്യാം. എല്ലാം 5ആയിട്ട് തിരിക്കാം. മഴ പെയ്യുന്ന പ്രക്രിയ എങ്ങനെയാണ് മഴ പെയ്യുന്നത്? കിഴക്കൻ കാറ്റ് ഹിംകാരം, കാറ്റടിക്കുന്നു. കാറ്റടിച്ചിട്ട് മേഘങ്ങളെ കൊണ്ട് കൂട്ടിമുട്ടിച്ചിട്ടല്ലേ മഴ പെയ്യിക്കുന്നത്. കിഴക്കൻ കാറ്റ് ഹിംകാരം, എന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് മേഘങ്ങൾ ഉണ്ടാകുന്നത് പ്രസ്താവ്യം. കാറ്റടിച്ചിട്ട് മേഘങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നു, പ്രസ്താവം. എന്നിട്ടാണ് മഴ വർഷിക്കുന്നത്, ഉദ്ഗീതം. നമുക്ക് വേണ്ടത് എന്താ? മഴയാണ്. അതിലൂടെ മഴ പെയ്യുന്നു, ഉദ്ഗീതം. അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് കുറേ ഉണ്ടാകുന്നുണ്ട്, ഇടിയും മിന്നലും. അത് പ്രതികാരം, റിയാക്ഷൻ മാതിരിയായിട്ട് എടുത്തോളൂ, പ്രതികാരം. പിന്നെ മഴ ഒടുങ്ങുന്നത്, അവസാനം മഴയെല്ലാം പെയ്തു തീരുന്നത് നിധനം. ഈ രൂപത്തിൽ 5 രൂപത്തിൽ വൃഷ്ടിയെ 5 സാമങ്ങളായി ആരാധിക്കുന്നുവോ അവർക്ക് യഥേഷ്ടം മഴ ലഭിക്കുന്നു എന്ന്. അത് അവസാനം ഒന്ന് മനസ്സിലാക്കുന്നവന് ഈ മഴ ലഭിക്കുന്നു എന്ന് പറയുകയാണ്. ഇനി 4ാമത്തെ ഖണ്ഡത്തിൽ ആപ്പുകളെ 5 വീതം സാമമായി ഉപാസിക്കണം. ആപ്പുകളെ, ജലം എന്ന് പറയുന്നതിന് 5 തരത്തിൽ ഉപാസിക്കാം. ഈ ജലം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മേഘം ഉയരുന്നത്, മേഘം മുകളിൽ വരും, ജലം മേഘത്തു നിന്നാണല്ലോ വരുന്നത്, അത് ഹിംകാരം. വർഷിക്കുക എന്നത് പ്രസ്താവ്യം, മേഘമുണ്ടാകുന്നു, മഴ വർഷിക്കുന്നത് പ്രസ്താവ്യം. കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദി, ഉദ്ഗീതം. അപ്പം നദി കിഴക്കോട്ടേക്ക് ഒഴുകുമ്പോൾ ചിലത് പടിഞ്ഞാറോട്ടേക്ക് ഒഴുകും, ആ നദി പ്രതികാരം. എല്ലാം എവിടെ കിഴക്കോട്ട് പടിഞ്ഞാറ് പോയാലും അവസാനം എത്തിച്ചേരുന്നത് എന്താണ്? സമുദ്രത്തിലാണ് എത്തിയത്, അത് നിധനം. ഈ തരത്തിൽ ഇതിനെ ആര് ഉപാസിക്കുന്നുവോ അവർക്കും എന്തു പറ്റും? ജലം യഥേഷ്ടം ലഭിക്കുന്നു. അതായത് നദികളെല്ലാം ഉണ്ടായി, സമുദ്രങ്ങളെല്ലാം ഉണ്ടായി, അവർക്ക് ജലം യഥേഷ്ടം ലഭിക്കുന്നു. അവർ ഈ ജലത്താൽ മരിക്കുകയില്ല, അവർക്ക് സുഖം ലഭിക്കുന്നു. ഇനി ഋതുക്കളെ 5 വിധമായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് പറയുകയാണ് 5ാമത്തെ ഖണ്ഡത്തിൽ. വസന്തം ഹിംകാരം, ഇത് ക്രമത്തിൽ വരികയാണ്. വസന്തം കഴിഞ്ഞാൽ ഗ്രീഷ്മം, അത് പ്രസ്താവം. അത് കഴിയുമ്പോൾ അടുത്തയിലേക്ക് പോകും. വർഷം, അത് ഉദ്ഗീതം. ശരത്ത്, പ്രതികാരം. അവസാനം എവിടെ പോയി നിൽക്കും? ഹേമന്തത്തിൽ പോയി നിൽക്കും, അത് നിധനം. ഈ തരത്തിൽ ഋതുക്കളെ ആര് മനസ്സിലാക്കുന്നുവോ അവർക്ക് ഭോഗസുഖം ലഭിക്കുന്നു. ഋതുക്കളിലൂടെയാണല്ലോ എല്ലാ പരിവർത്തനങ്ങളും നടക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്. ഋതുക്കളില്ലെങ്കിലും ഒന്നുമില്ല. എപ്പോഴും ചൂടാണെങ്കിൽ എങ്ങനെയാണ്? ഇവിടെ ജീവൻ പോലും ഉണ്ടാവില്ല. അനുഭവിക്കുന്നതിനെല്ലാം കാരണം ഋതുക്കളാണ്. ഈ സത്യം മനസ്സിലാക്കുന്നതിന് ആ സുഖം കിട്ടുന്നുവെന്ന് പറയുകയാണ്. ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് 5 തരത്തിലാണ് ഇത് ബന്ധിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ഒന്നും ഇൻഡിപെൻഡൻ്റ് അല്ല, 5 തരത്തിലുള്ള ഒരു സിസ്റ്റം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, പ്രപഞ്ചം ഉള്ളത് കൊണ്ടാണ് സൂര്യനുള്ളത്, സൂര്യനുള്ളത് കൊണ്ടാണ് അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പോവുകയാണ് അഗ്നി. അങ്ങനെയാണ് ഭൂമിയായി മാറുന്നത്. അങ്ങനെ എല്ലാത്തിനും ഒരു 5ൻ്റെ ഒരു ബന്ധം ഇവിടെ പറഞ്ഞു പോവുകയാണ്. അടുത്തതിൽ 7 വെച്ചിട്ടാണ് പറയുക. നമുക്കിപ്പോൾ ക്ലാസിഫൈ ചെയ്യുന്ന പല തരത്തിലല്ലേ.
മൂന്നായി തിരിക്കാം, ഭൂമി, സ്വർഗം, പാതാളം. പിന്നെ പറയാം 5ആയിട്ട് തിരിക്കാം, പഞ്ചഭൂതങ്ങളായിട്ട് തിരിക്കാം. പിന്നെ 7 അങ്ങനെ പലതരത്തിൽ തിരിക്കാം. അങ്ങനെ 6 പശുക്കളെ 5 വിധ സാമങ്ങളായി ഉപാസിക്കണമെന്ന് പറയുകയാണ്. നമ്മൾ ഉപാസിക്കുക ഈ തരത്തിലെല്ലാം നമ്മൾ പ്രപഞ്ചത്തെ ഉപയോഗിക്കുന്നത് എന്ന് പറയുകയാണ്. ഉപാസിക്കുക എന്നാണ് നമ്മൾ ഉപയോഗിക്കുക, ആ തരത്തിൽ കണ്ടാൽ മതി. കോലാട് ഹിങ്കാരം, കോലാടെന്ന് തുടങ്ങി കുറിയാടുകൾ പ്രസ്താവം, അതിൽ നിന്നാണ് ഗോക്കൾ ഉണ്ടാകുന്ന ഉദ്ഗീതം. പിന്നെ അശ്വങ്ങൾ, കുതിരകൾ പ്രതിഹാരം. കുതിര, ഗോക്കൾ എന്ന് പറയുന്നതും കുതിര എന്ന് പറയുന്നതും രണ്ടും വ്യത്യസ്തമാണ്. ഗോക്കൾ എന്ന് പറഞ്ഞാൽ ഫലം അനുഭവിക്കുന്നതാണ്, മറ്റേത് അന്നമാണ്. കുതിര എന്നാണ് പറയുന്നത് ശക്തിയാണ്, ഊർജമാണ്. ഒന്ന് അന്നമാണ്, മറ്റേത് ഊർജമാണ്. അപ്പം ഗോക്കളിൽ നിന്ന് പിന്നെ അശ്വങ്ങൾ, അതിൻ്റെ പ്രതിഹാരം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. ഇപ്പം കോലാടുന്നു തുടങ്ങി, കുറിയാടുന്നു തുടങ്ങി, ഗോക്കളിലൂടെ, കുതിരകളുടെ ഊർജത്തിലൂടെ ഇതെല്ലാം അനുഭവിക്കാൻ പുരുഷനും അത് നിധനം, അവസാനത്തെ സ്റ്റേജ്. ഈ തരത്തിൽ പശുക്കളെ 5 വിധ സാമങ്ങളായി ഉപാസിക്കുന്നുവോ അവർക്ക് ഭോഗസുഖമുണ്ടാകുന്നു. ഇനി 7 പ്രാണങ്ങളെ 5 വിധ സാമങ്ങളായിട്ട്, പ്രാണങ്ങൾ 5 വിധ സാമങ്ങളായിട്ട് നമുക്ക് ഉപാസിക്കാം. പ്രാണൻ എന്നത് ഹിങ്കാരമാണ്. പ്രാണനുണ്ടാകുമ്പോഴാണ് പിന്നെ വാക്ക് വരുന്നത്, ജ്ഞാനം ഒഴുകുന്നത്, അത് പ്രസ്താവം. ജ്ഞാനം കിട്ടുമ്പോഴാണ് പിന്നെ കണ്ണിലൂട്ട കണ്ടുകൊണ്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്, ചക്ഷുസ് ഉദ്ഗീതം. കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ശ്രവണത്തിനാണ് പ്രാധാന്യം. ചെവി പ്രതിഹാരം, കാണുക കേൾക്കുക, അതിൻ്റെ പ്രതിഹാരം. പിന്നെയോ അങ്ങനെ ഇതെല്ലാം അവസാനം എവിടെയാണ് എത്തിച്ചേരുക? മനസ്സിലാണ്. കാണുന്നതും കേൾക്കുന്നതും എല്ലാം എവിടത്തേക്ക് എത്തിച്ചേരും? മനസ്സിൽ. അപ്പോൾ പ്രാണനാണ് ഹിങ്കാരം, അത് വാക്കുകളായിട്ട് ജ്ഞാനമായിട്ട്, ജ്ഞാനത്തിലൂടെയാണ് മനസ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. പിന്നെ കാണുന്നു, കേൾക്കുന്നു, ഇതെല്ലാം അവസാനം എവിടെ പോയി ചേരുന്നു? മനസ്സ് നിധനം. ഇങ്ങനെ അതിനെ മനസ്സിലാക്കി ഉപാസിക്കുന്നവർ ഈ സാമത്തെ, ഈ ലോകത്തെ, സാമമാകുന്ന ഈ ലോകത്തെ, സാമത്തിൽ നിന്നാണ് ഈ ലോകം ഉണ്ടായിരിക്കുന്നത്, ആ ലോകത്തെ ഈ തരത്തിലുള്ള പ്രാണനെ 5 തരത്തിൽ സാമമായി കണ്ടുകൊണ്ട് ആര് ഉപാസിക്കുന്നുവോ അവർക്കെന്ത് കിട്ടുന്നു? നല്ലൊരു ജീവിതം കിട്ടുന്നു. അങ്ങനെ 5 തരത്തിൽ വ്യാഖ്യാനിച്ചു. ഇനി അടുത്തതിൽ 7ആയിട്ട് തിരിച്ചിട്ട് പറയാൻ പോവുകയാണ്.